ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു കെയിൽ എങ്ങനെ ഒരാൾക്ക് ഇലക്ട്രീഷ്യൻ ആകാം എന്നുള്ളതായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ. ഒരുപാട് പേർ നേരിട്ടും അല്ലാതെയും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അന്ന് ഞാനിട്ട വീഡിയോയിൽ പലരും പല സംശയങ്ങളും ചോദിച്ചിരുന്നു. അത് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. അതിലൊരു സംശയമായിരുന്നു, ഈ കോഴ്സുകളെല്ലാം ഇന്ത്യയിലിരുന്ന് പഠിക്കാൻ പറ്റുമോ എന്ന്. അത് സാധിച്ചെന്ന് വരില്ല. കാരണം അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് യു കെയിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും കൂടുതലുള്ളത്. അതുകൊണ്ട് നമുക്കത് സാധിക്കത്തില്ല. പിന്നെ മറ്റുള്ള സംശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഇന്ത്യയിൽ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ ഇലക്ട്രിക്കൽ കോഴ്സ് പഠിച്ച് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ യു കെയിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ്, ഈ ഒരു സംശയമാണ് കൂടുതൽ പേർ ഉന്നയിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത്, ഇന്ത്യയിൽ 2 വർഷ ITI ഇലക്ട്രീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ 3 വർഷ പോളിടെക്നിക് ഡിപ്ലോമ. ഈ 3 വർഷ പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ യു കെയിൽ ഒരു ഇലക്ട്രീഷ്യൻ ആകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആകുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന പോളിടെക്നിക് ഡിപ്ലോമ 3 വർഷത്തേത്. അത് ഇവിടുത്തെ ലെവൽ കണക്കാക്കുമ്പോൾ അത് ലെവൽ 3 ആയി വരും. പക്ഷേ 2 വർഷ ITI പഠിച്ച ഇലക്ട്രീഷ്യൻ കോഴ്സ്, അതായത് NCVT കോഴ്സ്, നാട്ടിലെ NCVT കോഴ്സ് പഠിച്ച് ഇവിടെ വരുന്നവർക്ക് ലെവൽ 2 മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം അവർക്ക് 2 വർഷത്തെ കോഴ്സ് നമുക്ക് യു കെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ലെവലാണ് ഞാൻ പറഞ്ഞത്, ലെവൽ 2. അപ്പോൾ ഈ പഠിച്ച് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് 5 വർഷമാകാം, 10 വർഷമാകാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാകാം, ഈ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഗുണമൊന്നുമില്ല. കാരണം ഈ യു കെയിൽ നമുക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ റെസ്യൂമിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നോ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നോ പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിലൊരു ചെറിയ വ്യത്യാസമുള്ളത്, ചില സ്പെഷ്യൽ കേസുകൾ, അതായത് ഇലക്ട്രിക്കലിൽ തന്നെ നമുക്ക് ഈ ലോ വോൾട്ടേജ് പവർ സർക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ചിലപ്പോൾ ഇത് ബെനിഫിറ്റായി വരാം. അല്ലാതെ നോർമൽ ഒരു ഇലക്ട്രീഷ്യൻ ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഈ പഠിച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞ് യു കെയിൽ വരുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ഇന്ത്യൻ സർട്ടിഫിക്കറ്റ്, അത് 2 വർഷമാകാം 3 വർഷമാകാം, അത് യു കെയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനിവിടെ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പാരബിലിറ്റി എന്നാണ്. അതിനിവിടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നമുക്കത് യു കെയിലേക്ക് കമ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ലെവൽ 2 കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ 2 വർഷം ITI പഠിക്കണം. ലെവൽ 3 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 3 വർഷം പോളിടെക്നിക് പഠിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പാരബിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടുത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എനിക് ENIC.com നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമുക്കതിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഫീസ് പേ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ നാട്ടിൽ പഠിച്ചത് അതിന് ലെവലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് യു കെയിൽ കിട്ടും. പക്ഷേ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാം, തുടർന്ന് പഠിക്കാം. അതുമാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് പലവിധ കാർഡുകൾ ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത്, നമുക്കിപ്പോൾ ലേബർ കാർഡ് എടുക്കണമെങ്കിലോ
അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മേറ്റ് കാർഡ് എന്ന് പറഞ്ഞ കാർഡുണ്ട്, ഇലക്ട്രിക്കൽ ഇംപ്രൂവർ എന്ന് പറഞ്ഞ കാർഡുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പാരബിലിറ്റി ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് യു കെയിലെ ക്വാളിഫിക്കേഷൻ ഏതാണ്, അതായത് യു കെയിലെ ലെവൽ ഏതാണ് എന്നുള്ളത് മാത്രമേ കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം, അല്ലെങ്കിൽ ആ ലെവൽ വെച്ച് നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ലെവൽ 2 കിട്ടുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇവിടെ ലെവൽ 3 ഡിപ്ലോമ പഠിക്കണം. 23650 ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനിൽ ഇവിടെ ലെവൽ 3 ഡിപ്ലോമ പഠിക്കണം. അല്ല, ഇനി ലെവൽ 3 ആണ് കിട്ടിയതെങ്കിൽ അവർക്ക് ഡിപ്ലോമ പഠിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇത് കഴിഞ്ഞു വരുന്ന അഡീഷണൽ കോഴ്സുകൾ, അതായത് നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് യു കെയിൽ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം 3 കോഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തേതാണ് ഈ പറയുന്ന ലെവൽ 3 ഡിപ്ലോമ. രണ്ടാമതായിട്ട് വരുന്നത് BS 7671 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ. മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് എവിടെ വർക്ക് ചെയ്യണമെങ്കിലും, ഏത് വർക്ക് സൈറ്റിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലും നമുക്കൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് പാസ്സാകണം. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർക്ക് ചെയ്യേണ്ട കോഴ്സ് എന്ന് പറയുന്നത് ECSൻ്റെ വെബ്സൈറ്റിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സാണ്. അതാണ് ഇലക്ട്രീഷ്യന്മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3 കോഴ്സ്, അതായത് ലെവൽ 3 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ, പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഈ 3 കോഴ്സുമാണ് നമുക്ക് യു കെയിൽ വരുന്ന ഒരാൾക്ക് ഇലക്ട്രിക്കൽ ജോബിന് അപ്ലൈ ചെയ്യേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ. പക്ഷേ നമുക്കത് ഗോൾഡ് കാർഡിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും പഠിക്കേണ്ടി വരും. ഇവിടെ വർക്ക് ചെയ്യുന്നതിന് ഈ 3 ക്വാളിഫിക്കേഷൻ മതിയാകും. അപ്പോൾ 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. ഈ കോഴ്സ് ഇലക്ട്രീഷ്യന്മാർക്ക് മാത്രമല്ല, വയർ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ കോഴ്സ് പഠിക്കണം. അത് ചിലപ്പോൾ മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവർക്കാവാം, ഓട്ടോ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലാവും, എല്ലാവർക്കും ഈ ഒരു കോഴ്സ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ സാധാരണ ഇത് ഓഫ്ലൈനായിട്ട് പഠിക്കാം, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർക്ക് 1 വർഷത്തെ വാലിഡിറ്റി കാണും. ഈ കോഴ്സിന് നമുക്കതിൻ്റെ മെറ്റീരിയൽ കിട്ടും. അത് പഠിച്ച് നമുക്ക് അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ എന്നാണോ പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ആയെന്ന് നമുക്ക് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ സിറ്റിയിൽ എവിടെയാണോ അവിടെ നമുക്കൊരു എക്സാം സെൻറ്റർ അവർ ബുക്ക് ചെയ്ത് തരും. നമുക്ക് അവിടെ പോയി എക്സാം എഴുതാം. ഓഫ്ലൈനായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ 1 ദിവസം മുതൽ 3 ദിവസം വരെ അവർ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ തരും. നമുക്കത് വിശദമായിട്ട് പഠിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിച്ച് ചെയ്യുന്നത് മാതിരി തന്നെയാണ്. നമുക്ക് എക്സാമിന് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എക്സാം എഴുതാം. അപ്പോൾ ഈ 2 വിധത്തിലാണ് നമുക്ക് 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ പഠിക്കേണ്ടത്. ഇത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലിൽ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമ്മൾ പ്രിപ്പയർ ആയി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് പാസ്സാവണം. അതുപോലെ നമുക്ക് ഒരു ലേബർ കാർഡ് എടുക്കണം. ലേബർ കാർഡ് എടുക്കുന്നതിന് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് കടക്കണം. അത് കടന്നു കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ലേബർ കാർഡ് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ ലേബർ കാർഡ് എടുത്തില്ലെങ്കിലും നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പാസ്സായാൽ മിനിമം നമുക്ക് എവിടെ വേണോ വർക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ കമ്പനിയിൽ അപ്ലൈ ചെയ്ത് നമുക്കൊരു വർക്ക് ചെയ്യാം. അത് വിത്ത് സൂപ്പർവൈസിങ്ങിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. കാരണം സൂപ്പർവൈസർ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുൾ ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് യു കെയിലെ നിയമം. അപ്പോൾ ഈ 3 കോഴ്സും കംപ്ലീറ്റ് ആക്കി നമുക്കൊരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതാണ് സാധാരണ നമുക്ക്
ഇന്ത്യയിൽ നിന്ന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞോ UK വരുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കൊരു ജോബിലേക്ക് കയറിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ജോബ് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്ന് പഠിക്കാനും ഗോൾഡ് കാർഡിലേക്ക് എത്താനും സാധിക്കത്തുള്ളൂ. ഗോൾഡ് കാർഡിലേക്ക് എത്തണമെങ്കിൽ NVQ വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. NVQ വേണമെങ്കിൽ അതിന് വേണ്ട ഫോട്ടോസ് ഉണ്ട്, മറ്റ് എവിഡൻസുകളുണ്ട്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ പലതും ഉണ്ട്. പലതും നമുക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ NVQ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ട പ്രാഥമികമായിട്ട് വേണ്ട 3 കോഴ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ ജോലി ചെയ്യാൻ ഈ 3 മതിയാകും. നമുക്ക് ഇവിടെ വരുന്ന പലരും ആദ്യം ഇവിടെ വന്നതിന് ശേഷം ഈ ഇലക്ട്രീഷ്യൻ എങ്ങനെ ആകും എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഇവിടെ നടക്കുന്നത്. നമുക്കത് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഏകദേശം 3, 4, 5 മാസമാണ് സാധാരണ എടുക്കാറ്. കാരണം നമ്മുടെ നാട്ടിലുള്ളതുപോലെ അടുത്ത് പോയാൽ ഒരു ഇലക്ട്രീഷ്യനെ കാണാൻ പറ്റും, അവരെല്ലാം പറഞ്ഞു തരും, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇവിടെ ഇല്ല. കാരണം ഇവിടെ നമുക്ക് ഒരു മലയാളിയെ കണ്ടുമുട്ടുക എന്നുള്ളത്, ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനായ ഒരു മലയാളിയെ കണ്ടുമുട്ടി അവരുടെ അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പൊതുവേ ഇവിടെ ഇലക്ട്രീഷ്യന്മാർ മലയാളികൾ കുറവാണ്. അപ്പോൾ പുതുതായിട്ട് UK വരുന്നവരും ഇനി മുൻപേ വന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാനൊരു അടുത്ത വീഡിയോയുമായി എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ